ആദ്യം ഇതിൻ്റെ കോളർ തയ്ക്കാം. അപ്പോൾ ഇതേപോലെ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ബൈൻഡിൻ്റെ സൈഡിലൊരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഈ അധികമുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോളറും ബൈൻഡും സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ ഇതേപോലെ ബൈൻഡിലേക്ക് തയ്യത്തുമ്പ് വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒരു അടയാളം ഇടുക. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള തുണി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കോളർ വെച്ചിട്ട് സൈഡിൽ കൂടെ അടിച്ചെടുക്കുക. കോളർ പോയിൻറ്റിൽ നൂലിട്ടെടുക്കുക. ഇതേപോലെ കോളറിൻ്റെ എൻഡിൽ വരുമ്പോൾ സൂചി നിർത്തിയിട്ട് നൂലിട്ടതിന് ശേഷം ഒരു തയ്യലിൽ നൂല് വരുത്തുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതേപോലെ ഈ പോയിൻറ്റിലും നൂലിട്ടെടുക്കുക. അപ്പോഴാണ് നമുക്ക് അത് അടിമറിക്കുമ്പോൾ കോളർ പോയിൻറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. നൂല് പൊട്ടാതിരിക്കാൻ 2 മടക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് കോളറിനൊപ്പം കട്ട് ചെയ്യണ്ട. ഇവിടെ വന്നിട്ട് 1/4 ഇഞ്ച് തയ്യത്തുമ്പിട്ടിട്ട് കട്ട് ചെയ്യുക. ഈ ബെൻഡ് ഉള്ളിടത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ആദ്യം ഇതേപോലെ കത്രിക കൊണ്ട് എടുക്കുക. പിന്നീട് നൂല് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പോയിൻ്റ് കിട്ടും. ഇനി ജോയിൻ്റ് ചെയ്ത് അവിടെ ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നല്ല വശത്ത് സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അങ്ങനെ തന്നെ അടിവശത്തും തയ്ച്ചത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ കോളറിൻ്റെ അടിവശവും ഒപ്പാക്കി എടുക്കുക. എന്നിട്ട് കോളറിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതേപോലെ ബൈൻഡ് വെച്ചിട്ട് ചേർത്ത് അടിക്കുക. ഇനി ബൈൻഡിന് അടിയിലേക്കുള്ള തുണി ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നിന്ന് അടിക്കുക. ഇവിടെ കുറച്ച് കയറ്റി വയ്ക്കുക. അതായത് ബൈൻഡിൻ്റെ ചെരുവിനനുസരിച്ച് വയ്ക്കുക 2 സൈഡും. ഇനി തയ്യത്തുമ്പ് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇതേപോലെ ഒരു വിരൽ വെച്ചിട്ട് അടിമറിച്ചാൽ കൃത്യമായിട്ട് പോയിൻ്റ് കിട്ടും. ഇനി ഇവിടെ ബൈൻഡിൻ്റെ ബാക്കിലൊന്ന് ഇതേപോലെ നഖം കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അത് ഈ കോളറിൻ്റെ എൻഡ് വരേക്കും മതി. ഇനി ഇവിടെ കോളർ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ അടയാളപ്പെടുത്തി വയ്ക്കാം. ഇനി ഈ നൂലൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ചീത്ത വശം ഒന്ന് മാർക്ക് ചെയ്യുക. മറ്റേ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത അടയാളമുണ്ട്. അപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് 2 ഇഞ്ചിൽ മടക്കുക. എന്നിട്ട് അതിൻ്റെ പാതി 1 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് സ്ലീവ് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തയ്യത്തുമ്പോൾ ഒപ്പം വയ്ക്കുമ്പോൾ സ്ലീവിന് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അടുത്ത സ്ലീവ് അതേപോലെ തയ്ച്ചെടുക്കാം. ഇനി ഇതേപോലെ എക്സ്ട്രാ ഉള്ളത് ഒപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ഈ ഭാഗത്ത് 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി തയ്ക്കുക. ഇത് നല്ല വശത്തേക്കാണ് മടക്കേണ്ടത്. അപ്പോൾ അടുത്ത സ്ലീവ് അതേപോലെ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് എടുത്തിട്ട് സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇതേപോലെ ഒരു പീസ് ഇതിനടിയിൽ വയ്ക്കുക. മെയിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പിന്ന് കൊളുത്തുക. അതിനുശേഷം
ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ അകവും പുറവും ഉണ്ടെങ്കിൽ ഇതേപോലെ നോക്കിയിട്ട് തയ്ക്കുക. അതിനുശേഷം ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നല്ല വശത്തും, എന്നിട്ട് ഒരു മേൽത്തൈലിടാം. ഇത് ഷോൾഡറിൻ്റെ എഡ്ജിൽ കൂടെയാണ് തയ്ക്കേണ്ടത്. ഇനി ഇതൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഇതിലൊരു ഷോൾഡറാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടും ഒപ്പം കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യായിരിക്കും കറക്റ്റ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബട്ടൺ പട്ടി തയ്ക്കാം. ഒരു 2 ഇഞ്ച് വീതി വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതായത് ബട്ടൺ പട്ടിയുടെ വീതി ഫിനിഷിങ്ങിൽ നമുക്ക് 1 ഇഞ്ച് മതി. ഇനി ഈ 2 ഇഞ്ചിലൊന്ന് മടക്കുക. അതിനുശേഷം അതിൻ്റെ പാതി മടക്കുക. എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഇതിൽ ബട്ടൺ പടി 1 ഇഞ്ച് വീതിയും കാജാപ്പടി 1.25 ഇഞ്ച് വീതിയാണ് വരിക. ഇനി ഇവിടെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത് കാജാപ്പടി തയ്ക്കാം. അതായത് ബട്ടൺ ഹോൾ വയ്ക്കാനുള്ളത്. അപ്പോൾ അതിൽ ക്യാൻവാസ് ഇതേപോലെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് 1.25 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ സൈഡിലൊരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇനി ഇത് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൽ പോക്കറ്റ് വയ്ക്കാം. ഇത് അതിൻ്റെ ഇറക്കം ആകെ നോക്കുക. എന്നിട്ട് അതിൻ്റെ 4/1 ഭാഗം പ്ലസ് ഒരു 1/4 ഇഞ്ച്, അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഇവിടെ വന്നിട്ട് ഒരു 2 ഇഞ്ച് 2.25 ഇഞ്ചൊക്കെ വയ്ക്കാം, ഷർട്ടിൻ്റെ വലുപ്പം അനുസരിച്ച്. അപ്പോൾ ഇതുപോലെ പടി ഒപ്പം വെച്ചിട്ട് മടക്കിയെടുത്താൽ പോക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ പോക്കറ്റ് പീസ് കുറച്ച് വലുതെടുക്കുക. അപ്പോൾ നമുക്ക് ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ഇഞ്ച് വീതി എടുക്കുക. 1 ഇഞ്ച് വീതിയിൽ പോക്കറ്റിൻ്റെ മൗത്ത് തയ്ക്കാം. അതായത് 1 ഇഞ്ച് ഇതേപോലെ ആദ്യം മടക്കുക. അതിനുശേഷം 1 ഇഞ്ചും കൂടെ മടക്കിയിട്ട് തയ്ക്കാം. ഇനി ഇവിടെ പോക്കറ്റ് മാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. പോക്കറ്റിൻ്റെ വീതി ഷർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് വയ്ക്കുന്നത്. ഇത് വീതി 4.25 ഇഞ്ച് വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലും മടക്കിയെടുക്കുക. നഖം കൊണ്ട് മടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതിൽ വീതി 4.25 ഇഞ്ചാണ് വെച്ചത്. അപ്പോൾ 4.5 ഇഞ്ച് ഇറക്കം വയ്ക്കുക. 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം മതി. ഇനി 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഈ 4.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ കോർണർ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഇത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ലൈന് കറക്റ്റ് ചെയ്തിട്ട് വലതുവശത്തുനിന്ന് തയ്ച്ച് തുടങ്ങുക. അപ്പോൾ ആദ്യം ഈ മൗത്തിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് നേരെ താഴേക്ക് എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യും വേണം. താഴെ ഈ 2 മൂലയും ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കാം. ഇനി തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ചതുരത്തിൽ അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പോക്കറ്റ് തയ്ച്ചെടുക്കുക.
ഇനി ഷോൾഡറും ഫ്രണ്ട് പോർഷനും കൂടെ ചേർത്തടിക്കാം. ഇതേപോലെ സിംഗിളായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് ബാക്കിൻ്റെ അടിവശമാണ്. അടിവശത്ത് ഇതേപോലെ ഫ്രണ്ടിൻ്റെ നല്ല വശം കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഈ ഷോൾഡർ ഇതേപോലെ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിച്ചിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ എൻഡ് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആദ്യം തയ്ച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോയിൻ്റ് വെച്ചിട്ട് തയ്ച്ച് ചെയ്യുക. അതിനുശേഷം അതിങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് കവറിങ് ആയി കിട്ടും. ഇനി ഇവിടെ ഈ ഓപ്പൺ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ. ഇനി അടുത്ത സൈഡും അതേപോലെ തയ്ച്ചെടുക്കാം. ഇവിടെ വന്നിട്ട് ഈ സൈഡിൽ നിന്ന് തയ്ക്കുക. അപ്പോഴാണ് നമ്മൾ ആദ്യം തയ്ച്ച തയ്യൽ കാണുള്ളൂ. ഇനി ഇതിൻ്റെ ഇവിടെ ഫ്രണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ ഒരു മേൽത്തയ്യലിടുക. അതുപോലെ ഈ സൈഡിലും തയ്ക്കുക. ഇവിടെ തയ്ച്ചിട്ട് അങ്ങനെ കഴുത്തിൻ്റെ ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഫ്രണ്ടിൻ്റെ അടിവശം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റിലും തയ്ച്ചെടുക്കുക. സ്ലീവിലത്തെ തയ്യത്തുമ്പ് നമ്മൾ ആ മടക്കി അടിച്ചതിന് മുകളിലേക്ക് വരാതെ ഒരു 1/2 പോയിൻ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിലധികം വയ്ക്കാം. മേൽത്തയ്യലിടുക. അത് വന്ന് തയ്യത്തുമ്പ് ബോഡിയിലാണ് വരിക. അപ്പോൾ അതേപോലെ ഒട്ടും ചുളിവില്ലാതെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ചുളിവ് വരാതെ കിട്ടും. ഇനി അടുത്ത സ്ലീവ് അതേപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ സ്ലീവ് അതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് അടിയിൽ ഇങ്ങനെയാണ് വരിക. ഇനി സൈഡ് തയ്ക്കാം. ഇതേപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷന്ന് ഉള്ളിലേക്ക് മടക്കുക. അതായത് ബാക്ക് വശത്തേക്ക് 1/4 ഇഞ്ച് മടക്കിയിട്ട് 1/4 ഇഞ്ച് വീതിയിലാണ് തയ്ക്കേണ്ടത്. ഇനി ഇതേപോലെ ഫ്രണ്ടും ബാക്കും നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ തയ്യത്തുമ്പ് ബാക്കിലേക്ക് വരുന്ന പോലെ വച്ചിട്ട് ആ അടച്ചിക്കോടെ ഒരു തയ്യലിടുക. അപ്പോൾ ഈ വരുന്ന ഡബിൾ തയ്യൽ നമുക്ക് അയൺ ചെയ്യുമ്പോൾ ഷർട്ടിൻ്റെ ബാക്കിലാണ് വരിക. ഇവിടെ സ്ലീവിൻ്റെ ഇവിടെ എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചടിക്കുക. കാരണം ഇത് കൂടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതേപോലെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഇവിടെ എങ്ങനെയാണ് വരിക. ഇനി അടുത്ത സ്ലീവ് അതേപോലെ തയ്ക്കുക. ഇത് തയ്ക്കുമ്പോൾ നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോഴാണ് 2 തയ്യലും ബാക്ക് വശത്തേക്ക് വരുള്ളൂ. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ച് വീതിയാണ് ഇട്ടിരിക്കുന്നത്. അതും ഇതേപോലെ 1/2 ഇഞ്ച് മടക്കുക. വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് ചേർത്തടിക്കാം.
ഇനി ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. കോളർ ഒന്ന് വെച്ച് നോക്കാം നമുക്ക്. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഷർട്ടിൻ്റെ നല്ല വശത്തുനിന്ന് കാജാപ്പടീൻ്റെ അവിടെ നിന്ന് തയ്ച്ച് തുടങ്ങുക. അപ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് തയ്യത്തുമ്പോൾ ഇട്ടിരിക്കുന്നത്. ആ 4 ഇഞ്ച് തന്നെ വെച്ചിട്ട് തയ്ക്കുക. ഇവിടെ സെൻറ്ററിൽ അടയാളം ഇട്ടിട്ടുണ്ട്, അത് രണ്ടും ഒപ്പം വരാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ കോളറിൻ്റെ ബാക്കിൽ ഇതേപോലെ നഖം കൊണ്ടൊന്ന് വരച്ചെടുക്കുക. ഇനി ഇതേപോലെ കോളർ രണ്ടും കൂടെ ഒന്ന് മടക്കിയിട്ട് ചേർത്ത് പിടിക്കുക. അതിനൊപ്പം ഈ ഷോൾഡർ ഒപ്പം പിടിച്ച് നോക്കുക. ഇത് രണ്ടും ഒപ്പം വന്നാലാണ് നമുക്ക് അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി തയ്ച്ച് തുടങ്ങേണ്ടത് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നാണ്. ഇവിടെ ഈ നൂല് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചാൽ മതി, അത് കട്ട് ചെയ്യണ്ട. ഇവിടെ അതേപോലെ നൂല് ഇതിനകത്തേക്ക് വയ്ക്കുക. കട്ട് ചെയ്യുമ്പോൾ അത് വൃത്തികേടായിട്ട് കാണിക്കും. എന്നിട്ട് ഇവിടെ തന്നെ അത് ഫിനിഷ് ചെയ്യുക. അതായത് ഒറ്റ തയ്യൽ തന്നെ ഇത് ഫിനിഷ് ചെയ്തെടുക്കുക. ഇവിടെ ഈ ജോയിൻറ്റിൽ കത്രിക കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കോളർ ചുളിവൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ കോളറൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.